എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈയിടെ ഒരു ട്രിപ്പ് പോയിട്ടോ, BTCയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ചതുരംഗപ്പാറ മൂന്നാറാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേര്യമംഗലം ഇറങ്ങിയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. രാവിലെ 5:30 ഞങ്ങൾ പാലായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു യാത്രയായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നത് നേര്യമംഗലം പാലമാണ് കേട്ടോ. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡ്രൈവർ പറയണതൊന്ന് കേൾക്കാം. മഹാരാജാക്കന്മാരുടെ കാലത്ത് നടന്ന പാലമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ജനം കൂടുതലാണെന്ന് സംശയമുണ്ട്. കാരണം പണ്ട് നമ്മൾ കോട്ടയം നാഗമ്പടം പാലം ബാങ്ക് വെച്ച് ഇറങ്ങാൻ നോക്കിയിട്ട് പോലും നടക്കാത്ത സംഭവമാണ്. ഈ പാലം നാടിനായിട്ട് പണിത് സമർപ്പിച്ചു കൊടുക്കുന്നത് തിരുവിതാംകൂർ പവറാൻ അവരുടെയാണ്. അപ്പോൾ ഈ അവരുടെ പുനർനിർമ്മിച്ച പാലവും പണിത് കിടത്തുമ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ ഈ കുറച്ച് ഏകദേശം 8 കിലോമീറ്റർ മുന്നോട്ട് ഇത് കണ്ടോ, അവരന്ന് സ്ഥാപിച്ച ഫലകമാണ് കേട്ടോ. ഈ മഞ്ഞ ഒരു ഇത് കണ്ടോ, കലി കൊത്തി വെച്ചതാണത്. അവരന്ന് സ്ഥാപിച്ച ഒരു ഫലകമാണ് കേട്ടോ. ഇപ്പം ഫോറസ്റ്റാണ്, അതിൻ്റെ നടുവിൽ കൂടെയുള്ളതാണ്, നടുവിൽ കൂടെയുള്ള വഴിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. കുറേ മരങ്ങൾ നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ, കുറേ ആൾക്കാരുടെ കൂടെ. ഇതെവിടെയാണെന്നറിയോ? ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് കേട്ടോ. മൂന്നാറിന് ഈ വഴി പോയവർക്കൊക്കെ അറിയാം. അവിടെ ഇറങ്ങി എന്താണ് ഫോട്ടോ എടുക്കാതെ ആരും പോകാറില്ല കേട്ടോ. ഇതുണ്ടോ, ചീയപ്പാറ വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ പലതവണ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചില സമയം പോകുമ്പോൾ അതിൻ്റെ അകത്തിറങ്ങി നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ മഴ സമയമല്ലേ, വെള്ളം ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ അകത്തിറങ്ങി ഇന്ന് ഫോട്ടോ എടുക്കണതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. നല്ല രസമുണ്ടല്ലേ. പക്ഷേ നമ്മുടെ ബസ്സിലിരുന്ന് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്, വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് ഒന്നുകൂടെ സൂപ്പർ കേട്ടോ. താഴോട്ട് ഇറങ്ങുമ്പോൾ ഇത്തിരി അതിൻ്റെ ആ പൊക്കത്തിലെ ആ ഒരു ദൃശ്യഭംഗിയൊന്നും അത്രയൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ താഴെ പൊക്കത്തിലിരുന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വെള്ളത്തിൻ്റെ ഒച്ച കാരണം നമുക്ക് വേറെ വോയിസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഭംഗിയുടെ അത്ര വരില്ല കേട്ടോ. അപ്പം നമ്മളവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. കുറച്ച് സമയം എല്ലായിടത്തും നിന്നാണ് ഞങ്ങൾ പോയത്. പിന്നെ വീണ്ടും നമ്മൾ ബസ്സിലോട്ട് കയറുക കേട്ടോ. കണ്ടോ, ഇത്ര ഭംഗിയല്ലേ. കണ്ടോ വെള്ളം നല്ല ശക്തി. ഇപ്പോൾ ഈ മഴയായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ശക്തി. അല്ലാതെ വേനൽക്കാലത്ത് വന്നാൽ നമുക്കതിൻ്റെ അകത്ത് ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയില്ല, കൂടെ വന്നവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
സൂം ചെയ്ത മൊത്തം കൈ അങ്ങനെയല്ല തിരിച്ച് അടിച്ച് അകത്തൊരു അടുപ്പിക്കാൻ അത്ര ഉള്ളല്ലേ മൊത്തം മുകളിൽ താഴോട്ട് അങ്ങനെ പിന്നെ ഒരു ഇതുണ്ടോ, കുറേ പ്ലാസ്റ്റിക്കൊക്കെ, ഇതൊക്കെ ഒരു നിരോധിക്കേണ്ട ഹരിതകർമ്മസേനയുടെയൊക്കെ ശക്തമായിട്ടുള്ള ഇടപെടൽ തന്നെ വേണം കേട്ടോ. ഇങ്ങനെയൊരു ഇത്രയും ഭംഗിയുള്ള സ്ഥലം ആൾക്കാരുണ്ടല്ലോ അവിടെ, നമ്മൾ പ്ലാസ്റ്റിക് ഇടാനുള്ള ബാസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ? ശരിക്കും ഇത്രയും ആളുകൾ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമല്ലേ, അതുകൊണ്ടാണ് അതേപോലെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയാൻ അത്രേ ഉള്ളൂ. വെള്ളം കിട്ടുമെന്ന് അറിയണോ നിങ്ങളെ? വിളിക്കുന്നു ഇങ്ങനെ ഇവരുടെ BTCയുടെ കൂടെ ഞങ്ങളിപ്പോൾ എന്താണ് 6ാമത്തെ ട്രിപ്പാണ് കേട്ടോ. അടിപൊളി ട്രിപ്പുകളാണ് ഇവരുടെ എല്ലാം. ഇങ്ങനെയുള്ള ട്രിപ്പുകളിൽ കൂടെ KSRTCക്ക് ഒത്തിരി വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് കേട്ടോ ഇത്. അവരതിനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുമുണ്ട്. പിന്നെ നമുക്ക് ഭീമമായിട്ടൊരു തുകയൊന്നും വരുന്നില്ല. കുറഞ്ഞ ചെലവിൽ പോയി വരാം, കുറേ ആൾക്കാരുടെ കൂടെ പോയി വരാമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും നല്ല പ്രയോജനമാകുന്ന ഒരു യാത്ര തന്നെയാണ് കേട്ടോ ഈ BTCയുടെ ട്രിപ്പ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ബസ് തിരിച്ച് കയറി കേട്ടോ. അവിടെ കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമ്മൾ ബസ്സിൽ കയറി. അതിൻ്റെ പൊക്കത്തിലായിട്ട് വേറൊരു ചെറിയ വെള്ളച്ചാട്ടം കൂടിയുണ്ട്. ഇത്ര ഒന്നുമില്ല കേട്ടോ. എൻ്റെ പേരെന്തായിരുന്നു, മറന്നു പോകുമായിരിക്കും. വളറിയായിരുന്നു കേട്ടോ. വളറ് വെള്ളച്ചാട്ടമുണ്ട് അവിടെ കൂടെ. ഇത് കണ്ടോ, ഇതാണ് വളറ്. മറ്റേ അത്രയും വലുതല്ല. അവിടെ ഞങ്ങൾ ബസ് അങ്ങ് നിർത്തിയില്ല കേട്ടോ. പയ്യെ സ്ലോ അങ്ങ് പോവാണ്. ചെറിയ ഒരു വ്യൂ ആണത്, വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇതുണ്ടോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് വലതുവശത്താണ് കേട്ടോ ഇത്. ചീയപ്പാറ ഇടതുവശത്താണ് നമ്മളിവിടുന്ന് പോകുമ്പോൾ, പാലായിൽ നിന്ന് പോകുമ്പോഴാണ്. അപ്പോൾ ഇതുണ്ട്, നല്ല രസമല്ലേ അങ്ങനെയൊക്കെ കാണാൻ. നല്ല തെളിഞ്ഞ വെള്ളം, തെളിഞ്ഞ് കിടക്കുവാണ്. ആ അന്തരീക്ഷവും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ആ സമയം തലേദിവസം നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ അന്ന് എന്താണ് ഭാഗ്യവശാൽ മഴയൊന്നുമില്ല കേട്ടോ. അഥവാ ഇങ്ങനെയൊരു നല്ലൊരു കാലാവസ്ഥയിൽ നമുക്കൊരു കാഴ്ച വളരെ കുറവാണ്. കാരണം ഒന്നെങ്കിൽ മഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് കാണാൻ പറ്റില്ല. ചിലത് വെള്ളം മഴ കഴിഞ്ഞ് നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ 2 വെള്ളച്ചാട്ടങ്ങളുടെയും വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. ഓക്കെ, ബൈ.